നമുക്ക് ബസ്സിലൊരു ഇല്ലിക്കക്കല്ല് യാത്ര നടത്തിയാലോ? എന്നാൽ നേരെ എൻ്റെ കൂടെ വന്നോളൂ. ഇന്നത്തെ യാത്ര ഡോറ ബസ്സിലാണ്. ഇരാറ്റുപേട്ടയിൽ നിന്ന് ഇല്ലിക്കക്കല്ല് വഴി പോകുന്ന ഡോറ ബസ്സാണ് ഈ വരുന്നത്. ഈ ബസ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് പാലായാണ്. പാലായിൽ നിന്ന് കാഞ്ഞിരംകവല വരെയാണ് ബസ്സിൻ്റെ എൻഡ് റൂട്ട്. ഇപ്പോൾ ഞാൻ ബസ്സിൽ കയറി. 43 രൂപ ടിക്കറ്റാണ് ഇരാറ്റുപേട്ടയിൽ നിന്ന് കാഞ്ഞിരംകവല വരെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി കളത്തുക്കടവ് എന്നുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് മൂന്നലവ് ലക്ഷ്യമാക്കി ബസ് പോവുകയാണ്. വരുന്നതാണ് റോഡ് ലൈൻസ് ബസ്. ഇരാറ്റുപേട്ട ഭാഗത്തേക്ക് പോകുന്നൊരു ബസ്സാണിത്. മൂന്നലവ് ചെന്നിട്ട് അവിടുന്ന് മങ്കൊമ്പ് ക്ഷേത്രം, പിന്നെ അവിടുന്ന് ഇല്ലിക്കക്കല്ലിൽ നിന്ന് പിന്നെ കാഞ്ഞിരംകവല. അതാണ് ബസ്സിൻ്റെ റൂട്ട്. 1.5 മണിക്കൂറാണ് ഇരാറ്റുപേട്ടയിൽ നിന്ന് റണ്ണിങ് ടൈം എടുക്കുന്നത്. അങ്ങനെ പാലായിൽ നിന്ന് മൊത്തം നോക്കുമ്പോഴത്തേക്കും 2 മണിക്കൂറാണ് ഈ ബസ്സിൻ്റെ റണ്ണിങ് ടൈം വരുന്നത്. നമുക്ക് ഇല്ലിക്കക്കല്ലൊക്കെ കണ്ട് നല്ല പശ്ചിമഘട്ടത്തിലൂടെയുള്ള ഒരു മനോഹരമായൊരു യാത്രയാണ് ഈ ബസ് നമുക്ക് സമ്മാനിക്കുന്നത്. പോകുന്ന വഴിക്ക് ആൻമേരിയുടെ പഴയ ബസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് യാത്രകൾ സമ്മാനിച്ചൊരു ബസ്സായിരുന്നു ആൻമേരിയുടെ ആ പഴയ ബസ്. റബ്ബർ തോട്ടത്തിലുള്ള ഒരു മനോഹരമായ യാത്ര. അങ്ങനെ നമ്മുടെ വണ്ടി മൂന്നലവിലെത്തിയിരിക്കുകയാണ്. ഇതാണ് മൂന്നലവ്. ഒരു ശീതീകരിച്ചൊരു കള്ള് ഷാപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് മൂന്നലവ് ടൗണ്. മൂന്നലവ് ഇതിവിടുത്തെ ഒരു ഫേമസ് സ്കൂളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സ്കൂളിൽ NSS ക്യാമ്പുമായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബസ് മൂന്നലവ് ടൗണിലൂടെ പോവുകയാണ്. കണ്ടോ, ട്രഡീഷണൽ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല അടിപൊളി പണ്ടത്തെ ഒരു പഴമ, ഒരു 90കളിലുള്ള കാലഘട്ടത്തിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി വേറൊരു മൂന്നിലവിൽ നിന്ന് മങ്കൊമ്പ് ക്ഷേത്രം റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ചുരങ്ങൾ, ഈ ഫുള്ള് ചുരമാണ്, ഫുള്ള് കുത്തനെ കയറ്റം. ഇതിൻ്റെ ടോപ്പാണ് ഇല്ലിക്കക്കല്ല് വരുന്നത്. ഇനി ഫുള്ള് ഓണൊക്കെ അടിച്ചുള്ള അടിപൊളി വൈബുള്ളൊരു യാത്രയാണ്.
ഈ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. ഇല്ലിക്കക്കല്ല് നമ്മുടെ ഈ സൈഡ് മുമ്പിൽ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. ഇല്ലിക്കക്കല്ലിൻ്റെ അടിവാരം വരെയാണ് ഈ ബസ് സർവീസ് നടത്തുന്നത്. പിന്നെ അവിടെ നിന്നൊരു 2 കിലോമീറ്ററും കൂടെ ഡിസ്റ്റൻസ് ഉണ്ട് ഇല്ലിക്കക്കല്ല് നമുക്ക് കാണണമെങ്കിൽ. പിന്നെ 2 കിലോമീറ്ററും കൂടി യാത്ര ചെയ്യേണ്ടിയുണ്ട്. അവിടെ തന്നെ ജീപ്പ് സർവീസ് അങ്ങനെയുള്ള സർവീസുകൾ നമുക്ക് ലഭ്യമാണ്. നല്ല അടിപൊളി വൈബാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ. ഈ തൊടുപുഴ ഭാഗത്തുനിന്ന് വരുന്നവർ കാഞ്ഞിരംകാവിലയിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ കാഞ്ഞിരംകാവിലെ ഈ ബസ് എത്തുമ്പോൾ 2:30 ആവും. കാഞ്ഞിരംകാവിലയിൽ നിന്ന് ഈ ബസ്സിൽ കയറി ഈ യാത്രകൾ കണ്ട് നേരെ ഈരാറ്റുപേട്ട വരാം. ഈ പാലാ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഒന്നെങ്കിൽ പാലായിൽ നിന്ന് ഈ ബസ്സിൽ കയറാം, അല്ലെങ്കിൽ ഈരാറ്റുപേട്ട വന്നിട്ട് ഈ ബസ്സിൽ കയറാവുന്നതാണ്. ഈ കാണുന്നതാണ് മങ്കമ്പ് ക്ഷേത്രം. ഇവിടുത്തെ ഒരു ഫേമസ് ക്ഷേത്രമാണ് മങ്കമ്പ് ക്ഷേത്രം. ഇത് നമ്മുടെ അടുത്ത ലൊക്കേഷനാണ് ഇല്ലിക്കക്കല്ല്.
ഇത് ഇല്ലിക്കക്കല്ല് പോയിട്ട് വരുന്ന KSRTCയുടെ ഒരു ഉല്ലാസയാത്ര ബസ്സാണ്. ഒരുപാട് കോട്ടയം ജില്ലയിലെ ഫേമസ് ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും ഇതുപോലെ KSRTCയുടെ ബസ്സുകളൊക്കെ ഒരുപാട് സർവീസ് നടത്തുന്ന ഒരു ഏരിയയാണ് ഇല്ലിക്കക്കല്ല്. ഇല്ലിക്കല്ല് വരുന്നതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, ഇല്ലിക്കക്കല്ലും കാണാം, എഴുവില പൂഞ്ചിറയും കാണാം. പിന്നെ വാഗമൺ ഇവിടെ തൊട്ടടുത്താണ്. ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇല്ലിക്കക്കല്ലിലേക്ക് പോകുന്നത്. നേരെ കിടക്കുന്ന വഴിയാണ് കാഞ്ഞിരങ്കവലേക്കുള്ള റൂട്ട്. നമ്മളിവിടുന്ന് നേരെ ഇല്ലിക്കക്കല്ലിലോട്ട് പോകും. അവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേന് നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഇതാണ് നേരെ ഇല്ലിക്കല്ലിലേക്കുള്ള വഴി. കുത്തനെയുള്ള കയറ്റമാണ്. നമ്മുടെ ബസ് അങ്ങനെ ഇല്ലിക്കക്കല്ലിൻ്റെ അടിവാരം വരെ എത്തിയിരിക്കുകയാണ്. ബസ് ഇവിടം വരെ സർവീസുള്ളൂ. ഇവിടെ നമുക്കൊരു ഹോം സ്റ്റേ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുന്ന് വണ്ടി തിരിച്ച് നമ്മൾ കാഞ്ഞിരങ്കവല ലക്ഷ്യമാക്കി പോവുകയാണ്. ഇവിടുന്ന് ഒരു ഇല്ലിക്കല്ലിലേക്ക് 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ജീപ്പോ ഒക്കെ സർവീസ് നമുക്ക് ലഭ്യമാണ്. ബസ് ഇവിടം വരെ ഉള്ളൂ.
ബസ്സിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലിക്കല്ല് കാണിച്ചൊക്കെ ഒരു ഇച്ചിരി റിസ്കി പരിപാടിയായിരിക്കും. അത് കാരണം സ്വന്തം വണ്ടിയായിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ വണ്ടി ഇവിടുന്ന് നേരെ കാഞ്ഞിരങ്കവല ലക്ഷ്യമാക്കി പോവുകയാണ്.
അങ്ങനെ നമ്മുടെ ബസ് എൻഡിങ് പോയിൻ്റായ കാഞ്ഞിരംകവലയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ വേറൊരു ബസ്സിൽ കയറി